നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. ഡൊണാൾഡ് ട്രംപ് തത്തുല്യ ഇറക്കുമതി ചുങ്കം പ്രഖ്യാപിച്ചതിനു ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ ധനികർക്ക് ഉണ്ടായത് $50,000 കോടി നഷ്ടം. US ഓഹരി വിപണികളിൽ $5 ലക്ഷം കോടി നഷ്ടമാണ് രേഖപ്പെടുത്തിയത്. $302 ബില്യൺ ഇലോൺ മാസ്കിന്റെ ആസ്തി കുറഞ്ഞു. $130 ബില്യൺ നഷ്ടമാണ് മാസ്കിന് ഉണ്ടായത്. ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസിനാണ് രണ്ടാമത്തെ വലിയ നഷ്ടം. ആസ്തി $45.2 ബില്യൺ കുറഞ്ഞ് $193 ബില്യൺ ആൽഫാബെറ്റ് സഹസ്ഥാപകൻ ലാറി പേജിന് $34.6 ബില്യൺ നഷ്ടമായത്. മാർക്ക് സക്കർബർഗിന് $28.1 ബില്യൺ നഷ്ടമുണ്ടായി. ഓഹരി വിപണിയിലെ വൻ ഇടിവ് മൂലം മുകേഷ് അംബാനി, ഗൗതം അംബാനി, സാവിത്രി ജിൻഡാലും കുടുംബവും, ശിവ് നാടാർ തുടങ്ങിയവരുടെ മൊത്തം ആസ്തിയിൽ $1.030 കോടി നഷ്ടമാണ് ഉണ്ടായത്. ഇന്ത്യയിലെ ഏറ്റവും ധനികനായ വ്യക്തിയായ മുകേഷ് അംബാനിയുടെ ആസ്തി $3.6 ബില്യൺ കുറഞ്ഞ് $87.7 ബില്യൺ രണ്ടാമത്തെ ധനികനായ ഗൗതം അദാനിയുടെ ആസ്തി $3 ബില്യൺ കുറഞ്ഞ് $57.3 ബില്യൺ ആയി. മൂന്നാം സ്ഥാനത്തും ആഗോളതലത്തിൽ 45-ാം സ്ഥാനത്തുമുള്ള സാവിത്രി ജിൻഡാലും കുടുംബവും ആസ്തിയിൽ $2 ബില്യൺ നഷ്ടം നേരിട്ടു. അവരുടെ ആസ്തി $33.9 ബില്യൺ ആയി കുറഞ്ഞു. ശിവ് നാടാറിൻ്റെ ആസ്തി $1.5 ബില്യൺ കുറഞ്ഞ് $30.9 ബില്യൺ ആയി. പ്രതിഷേധങ്ങൾക്കിടയിലും ചൈനയ്ക്കെതിരെ 50% അധിക നികുതി കൂടി പ്രഖ്യാപിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 2 ദിവസം മുമ്പാണ് US ഉൽപ്പന്നങ്ങൾക്ക് 34% നികുതി ചൈന പ്രഖ്യാപിച്ചത്. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 34% നികുതി US പ്രഖ്യാപിച്ചതിന് പകരമായാണ് ചൈന USനെതിരെ പകരച്ചുങ്കം പ്രഖ്യാപിച്ചത്. ഇതിനു പുറമെ എല്ലാ രാജ്യങ്ങൾക്കും 10% അടിസ്ഥാന നികുതി നേരത്തെ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഇതോടെ ചൈനയ്ക്ക് ആകെ ചുമത്തുന്ന നികുതി 94% ഉയരും. US ചുമത്തിയ 26% തീരുവയ്ക്ക് പ്രതികാര നടപടി വേണ്ടെന്ന് ഇന്ത്യൻ സർക്കാർ തീരുമാനിച്ചതായി റിപ്പോർട്ട്. ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. തൊഴിൽ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിലും തീരുമാനമാകാതെ ആശാസമരം. ഓണറ്റേറിയം കൂട്ടണമെന്നതടക്കം 5 പ്രധാന ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനം സമരസമിതി നേതാക്കൾ മന്ത്രി ശിവൻകുട്ടിക്ക് നൽകി. ആരോഗ്യമന്ത്രിയോട് സംസാരിക്കാമെന്നാണ് തൊഴിൽ മന്ത്രിയുടെ ആശ്വാസവാക്ക്. അതിനിടെ വേതന വർധന പഠിക്കാൻ സമിതിയെ നിശ്ചയിക്കാമെന്ന തീരുമാനവുമായി മുന്നോട്ടു പോകുമെന്ന് ആരോഗ്യമന്ത്രി പ്രതികരിച്ചു. സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ വ്യായാമം ഉറപ്പുവരുത്താൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രത്യേക കർമ്മ പദ്ധതി നടപ്പിലാക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി B. ശിവൻകുട്ടി പറഞ്ഞു. ലഹരി വിരുദ്ധ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങളുടെ ഭാഗമായാണ് പ്രത്യേക കർമ്മ പദ്ധതി നടപ്പാക്കുന്നത്. 8ാം ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ സബ്ജക്റ്റ് മിനിമം നേടാത്തവർ 21% പേരെന്ന് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി B. ശിവൻകുട്ടി പറഞ്ഞു. ആകെ 3,98,181 വിദ്യാർത്ഥികളാണ് 8ാം ക്ലാസ് പരീക്ഷ എഴുതിയത്. ഇതിൽ ഒരു വിഷയത്തിൽ എങ്കിലും E ഗ്രേഡ് ലഭിച്ചവരുടെ എണ്ണം 86,309 പേര് എന്നാണ് കണക്ക്. അതേസമയം ഒരു വിഷയത്തിൽ മിനിമം മാർക്ക് നേടാൻ കഴിയാത്ത 5,500 വിദ്യാർത്ഥികളും 8ാം ക്ലാസ്സിലുണ്ട്. ഏപ്രിൽ 8 മുതൽ 24 വരെ കുട്ടികൾക്ക് അതാത് വിഷയങ്ങളിൽ അധിക പിന്തുണാ ക്ലാസുകൾ നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. മുനമ്പം വിഷയം വലിച്ചു നീട്ടി വഷളാക്കിയത് സംസ്ഥാന സർക്കാരെന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു. മുനമ്പം വിഷയത്തിൽ അവിടുത്തെ ജനങ്ങളോട് എല്ലാ മുസ്ലിം സംഘടനകളും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതാണ്. ഈ സന്ദർഭത്തിൽ കൃത്യമായ പരിഹാര നിർദ്ദേശങ്ങളുമായി വന്നിരുന്നെങ്കിൽ വർഗീയമായി ജനങ്ങളെ വിഭജിക്കാതെ വിഷയം രമ്യമായി പരിഹരിക്കാമായിരുന്നുവെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. മുനമ്പത്ത് NDA നാളെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ച അഭിനന്ദൻ സഭ മാറ്റിവെച്ചതായി സംഘാടകർ അറിയിച്ചു. കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജിജു ഉദ്ഘാടനത്തിന് നാളെ എത്തില്ലെന്നും എന്നാൽ ഈ ആഴ്ച തന്നെ റിജിജു മുനമ്പത്ത് എത്തുമെന്നും BJP നേതാക്കൾ അറിയിച്ചു. വഖഫ് ഭേദഗതി നിയമം പാസാക്കിയ കേന്ദ്ര സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് മുനമ്പം സമരക്കാർ ആഹ്ലാദ പ്രകടനം നടത്തിയിരുന്നു.
SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറത്തെക്കുറിച്ചുള്ള വിവാദ പ്രസംഗത്തിൽ കേസെടുക്കാൻ സാധിക്കില്ലെന്ന് പോലീസിന് നിയമോപദേശം ലഭിച്ചു. മലപ്പുറം ചുങ്കത്തറയിൽ നടത്തിയ വിവാദ പ്രസംഗത്തിലാണ് പോലീസിന് നിയമോപദേശം തേടിയത്. വെള്ളാപ്പള്ളി നടേശൻ ഏത് വിഭാഗത്തെയാണ് ആക്ഷേപിച്ചതെന്ന് പ്രസംഗത്തിൽ വ്യക്തതയില്ലെന്നതാണ് കേസെടുക്കാൻ സാധിക്കില്ലെന്നതിന് കാരണമായി ലഭിച്ച നിയമോപദേശം. ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജി നടൻ ശ്രീനാഥ് ബാസി പിൻവലിച്ചു. കേസ് അന്വേഷിക്കുന്ന എക്സൈസ് സംഘം നിലവിൽ താരത്തെ കേസിൽ പ്രതി ചേർത്തിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ജാമ്യാപേക്ഷ പിൻവലിച്ചത്. നടന്റെ ഹർജി ഈ മാസം 22-ന് പരിഗണിക്കാൻ ഹൈക്കോടതി നേരത്തെ മാറ്റിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അപേക്ഷ പിൻവലിച്ചത്. കൊല്ലം കോട്ടുക്കൽ ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ RSS ഗണഗീതം പാടിയെന്ന പരാതിയിൽ കേസെടുത്ത് പോലീസ്. കോട്ടുക്കൽ സ്വദേശി പ്രതിൻ രാജിൻ്റെ പരാതിയിൽ കടക്കൽ പോലീസാണ് കേസെടുത്തത്. നാഗർകോവിൽ നൈറ്റ് ബേർഡ്സ് എന്ന ഗാനമേള ട്രൂപ്പിലെ പാട്ടുകാരാണ് കേസിൽ ഒന്നാം പ്രതി. ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾക്കെതിരെ ഉത്സവ കമ്മിറ്റിക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഫെമ കേസിൽ വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ ഗോകുലം ഗോപാലനെ 5 മണിക്കൂറിലേറെ നേരം ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ED ചോദിച്ചതിനെല്ലാം മറുപടി പറഞ്ഞെന്ന് ഗോകുലം ഗോപാലൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ വാഹക കപ്പലുകളിലൊന്നായ MC തുർക്കി ഇന്ന് വിഴിഞ്ഞം ബെർത്തിൽ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി MCയുടെ ഉടമസ്ഥതയിലുള്ള ഈ കപ്പലിൻ്റെ വിഴിഞ്ഞത്തേക്കുള്ള വരവ് ഇന്ത്യൻ സമുദ്ര വ്യാപാരത്തിന് ഒരു പ്രധാന നാഴികക്കല്ലായാണ് വിലയിരുത്തപ്പെടുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ഒറ്റ പ്ലാറ്റ്ഫോമിലൂടെ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന K-സ്മാർട്ട് വ്യാഴാഴ്ച മുതൽ സംസ്ഥാനത്ത് പൂർണ്ണസജ്ജമാകും. ജനന, മരണ, വിവാഹ രജിസ്ട്രേഷൻ, വസ്തുനികുതി, കെട്ടിട നിർമ്മാണ പെർമിറ്റ് തുടങ്ങിയ എല്ലാ സേവനങ്ങളും K-സ്മാർട്ട് പോർട്ടലിലൂടെ ലഭിക്കും. ഏപ്രിൽ 10 മുതൽ പഞ്ചായത്തുകളിലും സേവനമെത്തും. മലപ്പുറത്ത് 5ാം പ്രസവം വീട്ടിൽ നടത്തിയ രക്തം വാർന്ന് യുവതി മരിച്ച സംഭവത്തിൽ ഭർത്താവ് സിറാജുദ്ദീൻ പോലീസ് കസ്റ്റഡിയിൽ. പെരുമ്പാവൂരിലെ ആശുപത്രിയിൽ നിന്ന് മലപ്പുറം പോലീസാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. പിന്നാലെ ഇയാളെ മലപ്പുറത്തേക്ക് കൊണ്ടുപോയി. സിറാജുദ്ദീനെ പ്രതിയാക്കി കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. വീട്ടിലെ പ്രസവത്തെ തുടർന്ന് ഈ രക്തം വാർന്ന് യുവതി മരിച്ചത് മനഃപൂർവ്വമുള്ള നരഹത്യക്ക് തുല്യമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. മാതൃമരണ നിരക്കും ശിശുമരണ നിരക്കും ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് കേരളം. പക്ഷേ വർത്തമാനകാലത്ത് ചില തെറ്റായ പ്രവണതകൾ കൂടി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നു എന്നത് അനഭിലഷണീയമായ കാര്യമാണെന്നും കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഉണ്ടായ ഒരു അമ്മയുടെ മരണം തികച്ചും നിർഭാഗ്യകരമാണെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. അഴിമതി കേസിൽ വനം വകുപ്പ് പാലോട് റേഞ്ച് ഓഫീസർ സുധീഷ് കുമാറിനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു. ഇരുതലമൂരിയെ കടത്തിയ കേസിലെ പ്രതികളിൽ നിന്നും 1.75 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയ കേസിൽ മൊഴി രേഖപ്പെടുത്താൻ വിളിച്ചു വരുത്തിയാണ് അറസ്റ്റ്. വനം വകുപ്പിലെ സ്ഥലം മാറ്റത്തിനായി ലേലം വിളി ഗൂഢാലോചന സംശയ നിഴലിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥനാണ് സുധീഷ് കുമാർ. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ പ്രതിയായ IB ഉദ്യോഗസ്ഥൻ സുഗാന്ത് സുരേഷിനായുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി തിരുവനന്തപുരം സിറ്റി DCP നകുൽ രാജേന്ദ്ര ദേശ്മുഖ് അറിയിച്ചു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.